ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജിംഖാന റിവ്യൂലോട്ടാണ്. ഡയറക്ടർ, റൈറ്റർ ഖാലിദ് റഹ്മാൻ. റൈറ്റർ രണ്ടുപേര് ചേർന്നാണ് എഴുതിയേക്കുന്നത്. ഒന്ന് ശ്രീനി ശശിധരനും ഈ ഖാലിദ് റഹ്മാനും കൂടി. അപ്പം ഇതിനു മുമ്പ് ഖാലിദ് റഹ്മാൻ്റെ പടം എന്ന് പറഞ്ഞാൽ തല്ലുമാലയാണ് ഞാൻ ആസ്വദിച്ച് കണ്ടൊരു സിനിമയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഞാൻ എൻ്റെ റിവ്യൂ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് പുതിയൊരു മൂഡിൽ എടുത്തൊരു പടമാണ്, അല്ല പുതിയൊരു മൂഡിൽ എടുത്തൊരു റിവ്യൂ ആണ്. പക്ഷെ അത് വേണ്ട രീതിയിൽ ഞാൻ ഈ ചാനലിൻ്റെ തുടക്ക സമയത്തൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. വേണ്ട രീതിയിൽ എത്തിയില്ല. അതിന് ശേഷമാണ് ഒന്ന് മാറ്റി ഇതാക്കിയത്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, അതോടെ കയറി കാണുക. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതായത് 3 പേര് ബോക്സറായിട്ട് വരുന്നുണ്ട്. അതായത് ഗണപതി, ലുക്മാൻ, പിന്നെ നെസ്ലൈൻ, പിന്നെ കുറേ പേര് ഉണ്ട്. അവരുടെ പേര് എനിക്ക് വലിയ രീതിയിൽ പിടുത്തമില്ല. അപ്പോൾ ഇവർ ഒരു ബോക്സറായിട്ട് വരുന്നുണ്ട്, ശരീരത്തിൻ്റെ ഇതൊക്കെ കൂട്ടുന്നുണ്ട് പറഞ്ഞ് ഭയങ്കര ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടം കണ്ടിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ലൊരു ബോക്സിങ് തീമിൽ നല്ലൊരു പടം കാണാമെന്ന് വിചാരിക്കും. എനിക്ക് പക്ഷെ പടം കുഴപ്പമില്ല. പടം അത്യാവശ്യം ആസ്വദിക്കാനുള്ള ഉണ്ട്, ഒരു നോർമൽ പ്രേക്ഷകർക്ക് ആസ്വദിക്കാനുള്ള ഉണ്ട്. പക്ഷേ ഈ ഒരു ബോക്സിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എത്രത്തോളം ആസ്വദിക്കാമെന്ന് പറഞ്ഞാൽ അത് അത്ര എനിക്കത്ര തോന്നുന്നില്ല. എന്താ വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ പറയാം. പടം നല്ല ഒരു തുടക്കത്തിലൂടെയാണ് തുടങ്ങുന്നത്. അതൊരു +2-ന് പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരു 5 ഫ്രണ്ടുകൾ. അതിനകത്ത് ഒരാൾ മാത്രം പാസ്സാവും, ബാക്കിയുള്ളവർ ഫെയിലാവും. പിന്നെ അതിനകത്ത് സ്പോർട്സ് കോട്ടയ്ക്കകത്തൂടെ ഡിഗ്രിക്ക് കയറാൻ വേണ്ടി സ്പോർട്സ് കോട്ട കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു എളുപ്പ വഴിക്ക് വേണ്ടി അവർ പോയി ബോക്സിങ്ങിൽ പോയി ചേരുന്നതാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു ടീം. അതിനകത്ത് ഒരു കോമഡിയും റൊമാൻറ്റിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് എന്ന് വെച്ചാൽ ഈ ഖാലിദ് റഹ്മാൻ്റെ പരിപാടി എന്ന് പറഞ്ഞ ഒരു ടീം എടുക്കുക. അതിനകത്തൂടെ എന്ന് വെച്ചാൽ തല്ലുമാല നല്ല രീതിയിൽ വർക്കായി. അത് അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ തന്നെ ഞാൻ ആ റിവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തോട്ട് വരുമ്പോൾ മേക്കിങ്ങിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാം, സെക്കൻഡ് ഹാഫിലൊക്കെ എനിക്ക് ചെറിയ പോരായ്മകൾ എനിക്ക് തോന്നി. ഞാൻ പറയാം. ബോക്സിങ് നെസ്ലൈൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ കോമഡിയും ഇതുപോലെ റൊമാൻറ്റിക് എന്താ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യും. പക്ഷേ ഈ ബോക്സിങ്ങിലോട്ട് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ ശരീരമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അത്രയൊന്നും ഇതിനകത്ത് അത്ര ഹൈപ്പ് പോകും. ഇതൊരു കോമഡിക്ക് വേണ്ടി മാത്രം എടുത്തൊരു പടമാണ്. അപ്പോൾ അതിനകത്ത് ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഇതിനകത്ത് ബോക്സിങ്ങിൻ്റെ തീം എടുത്തിട്ട് അതിൻ്റെ ബോക്സിങ് ഒരു വല്ലാതാക്കിയതിൻ്റെ കൂട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇതിനകത്ത് ലുക്മാൻ വരുന്നുണ്ട്. ലുക്മാനും ഗണപതിയും വരുന്നുണ്ട്. ഒരു പടം തുടങ്ങിയ ഒരു ഹാഫ് ആവുന്നതിനൊക്കെ മുമ്പ് ഗണപതി, കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു ബോക്സർ ആണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കിട്ടുന്നുണ്ട്. പിന്നെ ലുക്മാൻ ഒരു കോച്ചായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളിക്കാരൻ പിടിച്ചിട്ടുണ്ട്. നല്ല ഒരു ആറ്റിറ്റ്യൂഡ്. എന്ന് വെച്ചാൽ ലുക്മാനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തല്ലുമാലയ്ക്കകത്ത് പുള്ളിക്കാരൻ നല്ലോണം ചെയ്ത്. പിന്നെ അഞ്ചക്കള്ള കോക്കൻ, അതിനകത്തൂടെ പുള്ളിക്കാരൻ വേറെ ലെവലെത്തി. ഇതിനകത്ത് പുള്ളിക്കാരൻ വേറെ ലെവലിൽ ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബോക്സറായിട്ട് വന്നത് ഇവർ രണ്ടുപേരെ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു പിള്ളേർ ഒരു ചെയ്യുന്ന കുറച്ച് അതിനെ ഈ 6 പാക്കും 8 പാക്കും ഒന്നും ആക്കി അയാളെ കിടന്ന്, അതായത് നെസ്ലൈൻ എന്നെ അത്ര ശല്യപ്പെടുത്തേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് അതുമായിട്ട് ഒരു ബന്ധം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡിലൂടെ പോകുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് കോമഡിക്ക് കോമഡി എല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം റിങ്ങിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്തൊക്കെയോ ചില ഷോട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ തല്ലുമാലയ്ക്കകത്ത് അതിൻ്റെ കൂട്ടുള്ള ഷോട്ടുകൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നുവെച്ചാൽ ഈ ഒരു ബോക്സിങ് നടക്കുമ്പോഴുള്ള റിങ്ങിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സീരിയസ് കൊടുക്കണം. അതായത് അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സാധനം ഇതിനകത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിനകത്ത് ആകെ 2 ഫൈറ്റ്, അതായത് ഫ്രാൻസിസ് ചെയ്ത ഒരു ഫൈറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഹാഫ് തൊട്ട് നല്ലോണം ഒരു പഞ്ച് ഉണ്ടായിരുന്നു. ഒരു മാച്ച് കാണാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗണപതി കിഡിലിനായിട്ട് ആ ബോക്സിംഗ് റിങ്ങിൽ ആ മാച്ച് നല്ലോണം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഗണപതി എന്നുവെച്ചാൽ എനിക്ക് ഇത് ഒരു കോച്ചിങ് എടുത്തിട്ട് എന്നുവെച്ചാൽ ഈ പടം ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു കോച്ചിങ് ചെയ്തിട്ട് ബോക്സിങ് ഇത് കളിച്ചത് ഒരാളായിട്ട് എനിക്ക് തോന്നിയുള്ളൂ, അത് ഗണപതിയാണ്. ആ കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഓപ്പോണൻറ്റ് വന്ന് നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവർ തമ്മിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലെ ബോക്സിങ്ങിലായാലും റെസ്ലിങ്ങിലായാലും ഇതുപോലെ വന്ന് നേർക്ക് നിൽക്കുന്ന കണ്ണും കൂടെ നോക്കിയിരിക്കുന്ന ഇതുണ്ടല്ലോ, അത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എതിരാളിയുടെ കൂട്ട് തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഗണപതി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ലുക്മാൻ്റെ നല്ലൊരു പഞ്ച് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം എനിക്ക് ഒരു ക്ലൈമാക്സ് ആയാലും എനിക്ക് ചുമ്മാ ഒരു ഇതിന് കണ്ടിരിക്കാം, ഒരു വൈബിന് കണ്ടിരിക്കാം. അല്ല തല്ലുമാലയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം തല്ലുമാലയുടെ മൂട്ടിപ്പറ്റാൻ ആയിട്ടില്ല ഈ ഒരു പടമെന്ന് ആലപ്പുഴ ജിംഖാനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും മികച്ചു നിൽക്കുന്നത് തല്ലുമാല തന്നെ. പിന്നെ തല്ലുമാലയ്ക്കകത്തൊക്കെ ആ തിയേറ്റർ ഫൈറ്റൊക്കെ കണ്ടിട്ട് നമുക്ക് വെളിയിലിറങ്ങുമ്പോൾ ഒരു ഇടി കൂടാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഇതിനകത്ത് അല്ല, ഞാൻ പറഞ്ഞ ടോട്ടലി അങ്ങനല്ല. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എത്ര ഇതായിട്ട് എടുക്കുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഇതിനകത്ത് ബോക്സിങ്ങിനകത്ത് കാണിക്കുന്നതൊന്നും അത്ര ആയിട്ട് വന്നിട്ടില്ല, വർക്കായിട്ടില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ക്ലൈമാക്സ്
ഒരു ക്ലീഷേ ക്ലൈമാക്സ് അല്ലാതെ വേറൊരു ക്ലൈമാക്സ് ഒപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഈ പടത്തിന് വന്നിട്ടില്ല. വേണമെങ്കിൽ ഇറക്കാമെന്നുള്ള രീതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ട്. എങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് വരാത്ത ഒരു പടമായിട്ടാണ് എനിക്ക് ആലപ്പുഴ ജിംഖാന തോന്നിയത്. എന്നും പറഞ്ഞ് ഇതൊരു മോശം പടമല്ല, അത്യാവശ്യം ചെറിയ ഒരു ഫാമിലിക്ക് കയറി ഇരുന്ന് കാണാൻ പറ്റിയതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിനകത്ത് ബോക്സിങ്ങിൻ്റെ നോക്കൗട്ട് റൂളുണ്ട്. നോക്കൗട്ട് റൂൾ എന്ന് പറഞ്ഞാൽ ബോക്സിങ് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ, ബോക്സിംഗ് ആയാലും റെസ്ലിംഗിലായാലും ആ റൂൾ അത് തന്നെ. കാരണം ഒരാൾ വീണ് കഴിഞ്ഞാൽ 10 വരെ എണ്ണും, കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ആ കൗണ്ട് നിർത്തും. ഇതിനകത്ത് അങ്ങനെയൊന്നും അല്ല കാണിച്ചത്. ഇതിനകത്ത് പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാലും റഫറി ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക, കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് എവിടുത്തെ റൂളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു റൂള് ബോക്സിങ്ങിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് പക്ഷേ ചില ഞാൻ പണ്ടോട്ടെ കിക്ക് ബോക്സിങ്ങും ഈ ബോക്സിങ്ങും എല്ലാം കാണുന്നുള്ളൂ. അതിനകത്ത് ഇതേപോലൊരു റൂള് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ ഷൈൻ ടോം ചാക്കോ ഒരു റെഫറി ആയിട്ട് വരുന്നുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഞാൻ പറഞ്ഞില്ലേ, ഒരു വെറുതെ ഒന്ന് കണ്ടോണ്ടിരിക്കാം, ഒരു വെറുതെ ഒരു പടം, അല്ലാതെ ഈ കൂടുതൽ വലിയ ഏതാണ്ട് വേറെ ലെവൽ പടമായിട്ടൊന്നും എനിക്ക് ഇത് പേഴ്സണലി ഫീൽ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ വിഷുവിന് ഇറങ്ങിയ 4 സിനിമകളും ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഈ പടം കണ്ടത്, ആലപ്പുഴ ജിംഖാന. വന്നപ്പോൾ ലേറ്റായി. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 3 സിനിമയിൽ ഏതൊക്കെയാണെന്ന് ഞാൻ ഓർഡറിൽ പറയാം. ആദ്യമേ മരണമാസ്, എനിക്ക് ഈ വിഷുവിന് ഇറങ്ങിയത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മരണമാസ്. അതിനുശേഷം ആലപ്പുഴ ജിംഖാന, പിന്നെ ബസൂക്ക എന്ന് പറയുമ്പം അണ്ണാ കരീനിനെ ഉണ്ടല്ലോ, ഒരു നോവല്. അപ്പോൾ അണ്ണാ കരീന ടോൾസ്റ്റോയുടെ അണ്ണാ കരീന എന്ന് പറയുമ്പം ചൂട് ചായ കുടിച്ച് അണ്ണാക്ക് കരീനയുടെ കഥ, അണ്ണാ കരീന എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്കയുടെ കഥ ബസുക്ക. അങ്ങനെ ഒരു ഇതായിട്ട് ബസുക്കയെ വിശേഷിപ്പിക്കാം. അപ്പോൾ 3 പടത്തിൽ ഇതാണ് എൻ്റെ ഓർഡർ. മിക്കവാറുള്ളവർക്ക് വേറെ ആയിരിക്കും, എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇതാണ്. പിന്നെ ഞാൻ ഇന്നലെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ഗുഡ് ബാഡ് അഗ്ലി. അതും ഒരു ഈ പടം എന്ന് വെച്ചാൽ അതൊരു മാഷപ്പ് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വിഷുവിൻ്റെ പടം മൊത്തം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്.